ിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. നേരത്തെ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി അപേക്ഷ അനുവദിച്ചതിന് ശേഷം പോറ്റിക്ക് അഭിഭാഷകനുമായി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം കോടതി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല. ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ തുടർ നടപടികളിലേക്ക് കടക്കാനിരിക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. 14 ദിവസത്തെ 2 ആഴ്ചത്തെ കസ്റ്റഡി കാലാവധിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ ചെയ്തു തീർക്കേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു പ്രാഥമിക ചോദ്യം ചെയ്യൽ മാത്രമാണ് ഉണ്ടായത്. പക്ഷേ അപ്പോൾ തന്നെ ആ ചോദ്യം ചെയ്യലിൽ തന്നെ അനവധി കാര്യങ്ങൾ ഇയാൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം വ്യക്തമായിട്ടില്ല. കോടതി നടപടികൾക്ക് ശേഷം ഇപ്പോൾ പോറ്റിയെ അന്വേഷണ സംഘം കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാണോ എത്തിക്കുക എന്ന് അറിയേണ്ടിയിരിക്കുന്നു. പത്തനംതിട്ടയിൽ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ക്യാമ്പ് ഓഫീസൊക്കെ തുറന്നിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചായിരിക്കുമോ ഇനിയുള്ള തുടർ നടപടികളിലേക്ക് കടക്കുക, അതല്ല തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുമോ എന്നറിയണം. അതുപോലെ തന്നെ ഇനിയുള്ള തുടർ നടപടികളിലേക്ക് എന്തൊക്കെയായിരിക്കും എന്നറിയേണ്ടതുണ്ട്. കാരണം നിരവധി സ്ഥലങ്ങളിൽ പോയി തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം സന്നിധാനത്ത് എത്തിക്കുക എന്നത് തന്നെയാണ്. നാളെ ഇപ്പോൾ നട തുറക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് സത്യം പുറത്തു വരും എന്നാണ് പോറ്റി പറയുന്നത്. തുടക്കം തൊട്ട് പോറ്റി പറയുന്നത് ഇപ്പോഴും ആവർത്തിച്ചു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നൊക്കെ പറയുന്നുണ്ട്. ആരാണ് കുടുക്കിയത് എന്ന് ആ ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ പല ആളുകളെ കുറിച്ചും പോറ്റി പറഞ്ഞിട്ടുണ്ട്. അന്വേഷണ സംഘത്തിന് വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. കോടതിയിൽ നിന്ന് ബഹുമാനോട് കോടതി ബാക്കിയുള്ള രേഖകൾ ലഭിച്ചതിന് ശേഷം മാത്രമേ ബാക്കി കേസിനെ പറ്റി എന്തെങ്കിലും പറയാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ എതിർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ശാരീരികമായ പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും മെഡിക്കൽ ചെക്കപ്പ് എടുക്കണം എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ കോടതിയിലേക്ക് നമ്മൾ വെച്ചിട്ടുണ്ട്. അത് കോടതി പോലീസ് കസ്റ്റഡി നൽകിയപ്പോൾ കോടതി കൃത്യമായിട്ടത് മാൻഡേറ്റ് ചെയ്തിട്ടുമുണ്ട്. ബാക്കിയുള്ള രേഖകൾ ബാക്കിയുള്ള കോടതി ബഹുമാന കോടതിയിലുള്ള ബാക്കി രേഖകൾ ലഭിച്ചതിന് ശേഷം നമ്മൾ കൃത്യമായിട്ട് കോടതിയിൽ ബെയിലും മറ്റു കാര്യങ്ങളായിട്ട് നമ്മൾ മുമ്പോട്ട് പോകും. ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്ന വിഷയം നോ കമന്റ്സ്. കോടതി നടപടികൾക്ക് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നുള്ളൊരു പ്രതികരണമാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പോറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, കോടതി നടപടികൾ പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളെ ഇനിയിപ്പോൾ എങ്ങോട്ടായിരിക്കും കൊണ്ടുപോവുക? തിരുവനന്തപുരത്ത് എത്തിക്കുമോ, അതല്ല പത്തനംതിട്ടയിലെ തന്നെ SITയുടെ ക്യാമ്പിൽ വെച്ചായിരിക്കുമോ തുടർ നടപടികളൊക്കെ ഉണ്ടാവുക? കോടതി കൃത്യമായിട്ട് മാൻഡേറ്റ് നടപടി കോടതി ഇനിയുള്ള മറ്റു കാര്യങ്ങൾ 14 ദിവസങ്ങൾ മുമ്പേ ഇപ്പോൾ ജോസിയിലേക്ക് എത്താൻ കഴിയുന്നില്ല. ജോസി ഉടൻ തന്നെ ജോസിയിലേക്ക് എത്താൻ കഴിയുമെന്നാണ് കരുതുന്നത്. ഏതായാലും ഇനിയിപ്പോൾ അറിയേണ്ടത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തുടർ നീക്കങ്ങളെ കുറിച്ച് തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിലും ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ കുറിച്ച് പോറ്റി മൊഴി നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആർക്കൊക്കെ ഈ സ്വർണ്ണക്കൊള്ളയിൽ കൃത്യമായ പങ്കുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തമായ ഒരു കൃത്യത അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ വിളിച്ചു വരുത്തി ഇനിയിപ്പോൾ ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യലൊക്കെ കടക്കേണ്ടതുണ്ടോ എന്നറിയണം. അതുപോലെ തന്നെ ഇനിയിപ്പോൾ പോറ്റിയെ വിശദമായി എപ്പോൾ ചോദ്യം ചെയ്യും എന്നറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തെളിവെടുപ്പ് ഏത് രീതിയിലായിരിക്കും എന്നറിയേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപാടിടങ്ങളിൽ ചെന്ന് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനം സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തണമെന്നുള്ളത് തന്നെയാണ്. നാളെ നട തുറക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് തന്നെ സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പിലേക്ക് കടക്കുമോ, അതല്ല ഒഴിവുള്ള ദിവസങ്ങളിലായിരിക്കുമോ തെളിവെടുപ്പിലേക്ക് കടക്കുക എന്നൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. വിശദമായ വിവരങ്ങൾ അറിയണം. ജോസി ബാബുവിനെ അല്പസമയത്തിനകം തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയുമെന്നാണ് കരുതുന്നത്. പോറ്റിയുടെ ഈ കോടതിയിൽ നിന്നിറങ്ങിയതിനു ശേഷമുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രതികരണം.
തന്നെ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്ന് തന്നെയാണ് പോറ്റി പറയുന്നത്. പക്ഷെ അപ്പോഴും ആരാണ് തന്നെ കുടുക്കിയത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. ആരൊക്കെ പോറ്റിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് അറിയേണ്ടിയിരിക്കുന്നു, വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഈ പോറ്റി തന്നെയാണോ ഈ സ്വർണ്ണക്കൊള്ളയുടെ മാസ്റ്റർ ബ്രെയിൻ എന്നറിയേണ്ടിയിരിക്കുന്നു. ജോസി ബാബു വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജോസി, ഇപ്പോൾ കോടതി നടപടികൾ പൂർത്തിയായി ഇയാളെ എങ്ങോട്ടേക്കാണ് അന്വേഷണ സംഘം കൊണ്ടുപോകുന്നത്? അമൃത, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. അടൂർ ക്യാമ്പിൽ ഉച്ചഭക്ഷണത്തിന് ശേഷമായിരിക്കും തിരുവനന്തപുരത്തേക്ക് മടങ്ങുക. അരമണിക്കൂറോളം നേരം അടൂർ ക്യാമ്പിലോ പത്തനംതിട്ട ക്യാമ്പിലോ ചെലവഴിക്കുമെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഇന്നെന്തായാലും സന്നിധാനത്ത് തെളിവെടുപ്പ് ഉണ്ടാവില്ല എന്നതാണ് അന്വേഷണ സംഘത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. എന്തായാലും മുക്കാൽ മണിക്കൂറോളം നീണ്ടുനിന്ന കോടതി നടപടികൾക്ക് ശേഷമാണ് ഒക്ടോബർ 30 വരെ 2 ആഴ്ച കാലത്തോളം അന്വേഷണ സംഘത്തിന് കസ്റ്റഡിയിൽ അനുവദിച്ചുകൊണ്ട് കോടതി ഉത്തരവിട്ടത്. റാന്നി മജിസ്ട്രേറ്റ് കോടതിയാണ് കസ്റ്റഡി അനുവദിച്ചുകൊണ്ട് ഉത്തരവിട്ടത്. അതേസമയം പ്രതിഭാഗം അത്രയും ദിവസം കസ്റ്റഡി അനുവദിക്കരുതെന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചു.